നമുക്കിപ്പം ഇപ്പോൾ സംവിധായക കുക്കു പരമേശ്വരൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി കുക്കു പരമേശ്വരൻ, ഒരു മലയാളിയെ സംബന്ധിച്ച് മലയാള സിനിമാ മേഖലയെ അവരുടെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജ്, കുറെ വിഗ്രഹങ്ങൾ എല്ലാം തകർന്നഴിഞ്ഞൊരു ദിവസം കൂടിയാണ് ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ. ഞാനിപ്പോ പുറത്താ നിൽക്കുന്നത്, കണ്ടിട്ടില്ല, എന്താണെന്ന് വായിച്ചിട്ടില്ല. എന്താണ് എനിക്കറിയേണ്ടത്, ഇനി അതിന്റെ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അഭിപ്രായം പറയല്ല വേണ്ടത്. അതുകൊണ്ട് ഞാനും അത് വായിക്കുക, മനസ്സിലാക്കുക. പക്ഷെ എനിക്ക് ഒരു സജഷൻ ഉള്ളത്, ഇപ്പൊ അത് പബ്ലിക്കിന്റെ മുന്നിലെത്തി, അതായത് നിങ്ങൾ മീഡിയക്കാരുടെ മുന്നിലും വരെ എത്തിയിട്ടുണ്ട്. ഇത് എന്താണ് നടന്നത്, അതിൽ എഴുതിയിരിക്കുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞ് അതിനെ സെൻസേഷണലൈസ് ചെയ്യുന്നതിന് പകരം നിങ്ങളും പാർട്ടേക്ക് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഹൗ കെൻ വി മേക്ക് ഇറ്റ് ബെറ്റർ. ഇതുവരെ നടന്നത് ഇതൊക്കെയാണ്, ആരും അത് അല്ലാന്നോ അല്ലെങ്കിൽ അത് നുണയാണെന്നോ പറയുന്നില്ല. ഇങ്ങനെ നടന്നു, ഇനി എങ്ങോട്ട് പോകണം? ഒരു നല്ല ചർച്ച ജനങ്ങളെയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലെ ആളുകളെയോ അല്ലെങ്കിൽ വിമൻ ഇൻ WCCA, അമ്മയെ, ഇവരെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു ഡിസ്കഷൻ ഉണ്ടാക്കുക, ഒരു തീരുമാനത്തിന് മീഡിയ കൂടി ചേർന്ന് നിൽക്കുക. ഇത് മലയാള സിനിമയുടെ കൂടി പോരാട്ടമാണ്. ഞാൻ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കണം. കാരണം ഈ അവസാന നിമിഷം വരെ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രമിച്ചു. അതിലാണ് എനിക്ക് ഇപ്പൊ താങ്കൾ പറയുന്നുണ്ട് ഈ മീഡിയ ഒക്കെ ഇടപെട്ട് എല്ലാ സംഘടനകളും ഒന്നു ചേർന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, WCC അല്ലാതെ ഏത് സംഘടനയാണ് ഇത് പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞ് ഒന്ന് പരിശ്രമിച്ചു? പാടില്ല. WCC മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ നിങ്ങൾ വിളിച്ചു ചോദിച്ചു. WCC ഞങ്ങളൊക്കെ ഇത് പുറത്തു വരണം എന്ന് പേഴ്സണലിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അതുപോലെയുള്ള സംഘടനകളുണ്ടല്ലോ. അമ്മയുണ്ട്, അമ്മ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. അത് അവരൊക്കെ എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരെന്ത് ചെയ്തു എന്ന് അവരല്ലേ ഉത്തരം പറയേണ്ടത്, ഞാനല്ലല്ലോ. ഞാൻ ഒരു സംഘടനയിൽ ജനങ്ങൾ ചേരുന്നതാണ്, അല്ലെങ്കിൽ പബ്ലിക് ചേരുന്നതാണ് സംഘടന. ഞാൻ സംഘടനയിലെ ഒരാളാണ്. പക്ഷെ സംഘടന എന്ത് ചെയ്തു കൂട്ടമായിട്ടെന്നുള്ളതല്ല. ആസ് എ പേഴ്സൺ നിങ്ങൾ എന്നെ വിളിച്ചു, ഞാൻ അതിനാണ് ഉത്തരം പറയുന്നത്. സംഘടനയുടെ ഭാരവാഹികളോടല്ലേ ചോദിക്കേണ്ടത്. അത് അവരോട് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. അത് ചോദിക്കണം. അത് നിങ്ങൾ അവരെത്തിയില്ലെങ്കിൽ അവരുള്ളിടത്ത് നിങ്ങൾ പോവുക. ഞാൻ അതുകൊണ്ട് ആ പ്രതീക്ഷ അവർ കൂടെ ഈ ഒരു ഇംപ്ലിമെന്റേഷന്റെ ഭാഗമാകുമെന്നൊരു പ്രതീക്ഷ താങ്കൾ പങ്കുവെച്ചപ്പോൾ ആ പ്രതീക്ഷ വേണോ എന്നുള്ളതാണ് ഞാൻ ആകണം എന്നാണ് പറഞ്ഞത്, ആകും എന്നല്ല. മീഡിയ ഇതിപ്പോ പുറത്തു വന്നു, ഇതിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വലിയ നടന്മാർ ഇതിലുണ്ട്, അല്ലെങ്കിൽ നടിമാർ ഇതിലുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയുണ്ട്, വമ്പന്മാരുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതിന് പകരം ഹൗ ടു ഗോ ടുമോറോ, നാളെ എന്ത് ചെയ്യണം, ഇതിങ്ങനെ അല്ലാതാക്കാൻ എന്ത് ചെയ്യണം. ഇത് മലയാളം ഇൻഡസ്ട്രിയുടെ മാത്രം കഥയല്ല. ഇത് ലോകത്തെ നടക്കുന്ന എല്ലായിടത്തും മീഡിയയിലില്ലേ, മീഡിയ ഹൗസസിലില്ലേ, ഹോസ്പിറ്റൽസിലില്ലേ, യൂണിവേഴ്സിറ്റീസിലില്ലേ. ഇങ്ങനെ നടക്കാൻ പാടില്ല ഒരു തൊഴിലിടത്തും. കൽക്കട്ടയിൽ നടന്നത് എന്താണ്? ഇത് ഒരിടത്തും നടക്കാൻ പാടില്ലാത്തതാണ് നടക്കണം. നമ്മൾ മലയാള സിനിമ, കേരളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് അതിനെ ചർച്ച ചെയ്യാൻ സർക്കാരും ജനങ്ങളും കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് വോയിസ് ഉള്ളത്. ഇത് കഴിഞ്ഞാൽ എന്താണ്? തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇത് അറിഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഉണ്ട്, അത് തെറ്റാണ്. അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അടുത്തത് സിനിമ പോളിസി മേക്കിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത് സർക്കാരില്. അതിലെന്തൊക്കെ മാറ്റം വരുത്താന്നുള്ളതല്ലേ അടുത്തത് ചിന്തിക്കേണ്ടത്. ഈ സിനിമ പോളിസിയിലാണ് തൊഴിലിടത്തുള്ള